നമസ്കാരം. കഴിഞ്ഞ ജനുവരി 28-ന് മൗനി അമാവാസി നാളിൽ പുലർച്ചെ അമൃത് സ്നാൻ എന്ന വിശിഷ്ടമായി കരുതപ്പെടുന്ന അനുഷ്ഠാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തം ഏവരെയും ഞെട്ടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കുംഭമേള നഗരിയിലെത്തിയ സാധാരണ വിശ്വാസികളെ അവഗണിച്ച് VVIP ശ്രേണിയിൽപ്പെടുന്നവരെ മാത്രം പരിഗണിച്ചതിന്റെ തിക്തഫലം കൂടിയാണ് തിക്കിലും തിരക്കിലും പെട്ടുള്ള കൂട്ടമരണം. 30 പേർ മരിച്ചെന്നും 60 പേർക്ക് പരിക്കേറ്റെന്നുമാണ് UP സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. മരണസംഖ്യ അതിലും എത്രയോ അധികമാണെന്ന് പ്രാദേശിക മാധ്യമങ്ങളിലെ വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട്. ദുരന്തം നടന്ന സ്നാന പ്രദേശത്തു നിന്ന് ട്രാക്ടറുകളിലും മറ്റു വാഹനങ്ങളിലുമായി എടുത്തുമാറ്റപ്പെട്ട വസ്ത്രങ്ങളുടെയും ചെരുപ്പുകളുടെയും മറ്റ് അവശിഷ്ടങ്ങളുടെയും ബാഹുല്യം ഭയാനകമാണ്. കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും യഥാർത്ഥ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. സന്യാസി സമൂഹങ്ങളായ അഖാഡകൾക്കാണ് അനുഷ്ഠാനങ്ങളുടെ നേതൃത്വമെങ്കിലും ഇത്തവണ BJP നേതാക്കൾ സ്നാന ചടങ്ങുകളിൽ പങ്കെടുത്ത് അഖാഡകളെ അപ്രസക്തമാക്കി. വിദേശത്തു നിന്ന് ചാനൽ സംഘങ്ങളെ എത്തിച്ച് ഇന്ത്യയിലെ ഹിന്ദു മഹാശക്തിയുടെ പെരുമ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അധികൃതർ സാധാരണ മനുഷ്യരുടെ സുരക്ഷ പാടെ മറന്നുവെന്നും ആരോപണമുണ്ട്. BJP നേതാക്കൾക്ക് അതിനേക്കാൾ പ്രധാനം സ്നാൻ ഘട്ടുകളിലെ ഫോട്ടോഷൂട്ടുകളായിരുന്നു എന്നും ആക്ഷേപമുണ്ട്. സംഗമസ്ഥാനത്ത് തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നത് വെറും 8 പോലീസുകാർ മാത്രമാണെന്ന വാർത്തകളും ഞെട്ടലുളവാക്കുന്നതാണ്. ദുരന്തത്തെ തുടർന്ന് ഉറ്റവരെ കണ്ടെത്താനാവാതെ എത്രയോ മനുഷ്യർ ഇപ്പോഴും അലയുന്നുണ്ട്. 20-30 മണിക്കൂറുകൾ റോഡിൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടന്നത് പതിനായിരങ്ങളാണ്. ഹൈവേകളിൽ ബസ്സുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിര തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വിശ്വാസികൾ നരകിക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈമലർത്തുകയാണുണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് ഹർഷകുമാറിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ ചുമതലയേറ്റ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നേരാംവണ്ണം അന്വേഷണം നടന്ന് 1 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ദുരന്തത്തിന്റെ തീവ്രത ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ദുരന്തത്തിന് കാരണക്കാരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഇതുവരെ UP സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടെ കുംഭമേളയിൽ മരിച്ചവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. സർക്കാർ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കുകയാണെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു പറയണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ കൃത്യമല്ലാത്ത കണക്കുകളാണ് നൽകുന്നത്. മഹാകുംഭമേളയിൽ എത്ര പേർ മരിച്ചുവെന്ന് കൃത്യമായ കണക്ക് നൽകണം. കുംഭമേളയെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ച് മീറ്റിംഗ് നടത്തണം. കുംഭമേളയുടെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ UP സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. മേളയുടെ നടത്തിപ്പ് ഉടൻ തന്നെ സൈന്യത്തിന് കൈമാറണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. മരണത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ UP സർക്കാർ JCB ഉപയോഗിച്ചുവെന്നും അഖിലേഷ് ആരോപിച്ചു. 30 പേർ മരിച്ചതായും 60 പേർക്ക് പരിക്കേറ്റതായുമാണ് UP സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ മരണസംഖ്യ ഇതിലും എത്രയോ അധികമാണെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും ജനുവരി 29-ന് നടന്ന സംഭവത്തിൽ UP സർക്കാർ പൂർണ്ണമായും കണ്ണടച്ചിരിക്കുകയാണെന്നും സമാജ്വാദി MP ജയാ ബച്ചനും പറഞ്ഞു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ UP സർക്കാർ കുംഭമേളയിൽ മരിച്ചവരുടെ എണ്ണം മറച്ചുവെക്കുകയാണെന്ന വിമർശനവുമായി രംഗത്തെത്തിയതിനെ തുടർന്നാണ് ജയാ ബച്ചൻ പാർലമെന്റിൽ ഇതേക്കുറിച്ച് ചർച്ചയാവശ്യപ്പെട്ടത്. കുംഭമേളയിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 48 എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 30 പേർ മരിച്ചെന്നാണ് UP സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 48-ലെത്തിയെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോദി ഭരണത്തിൽ രാജ്യത്ത് പൊതുവിലും ആദിത്യനാഥ് ഭരണത്തിൽ ഉത്തർപ്രദേശിൽ പ്രത്യേകമായും ശക്തിപ്പെട്ട തീവ്ര ഹിന്ദുത്വവൽക്കരണത്തിന്റെയും മതോന്മാദത്തിന്റെയും പ്രയോഗ സാധ്യതകൾ കുംഭമേളയിലും പരീക്ഷിക്കപ്പെട്ടതാണ് ദുരന്തത്തിന് ഹേതുവായത്. എന്നാൽ അവിടെ ഒത്തുചേരുന്ന സാധാരണ വിശ്വാസികൾക്ക് ആവശ്യമായ സുരക്ഷയൊരുക്കുന്നതിൽ UP സർക്കാരും കേന്ദ്ര സർക്കാരും ജാഗ്രത കാണിച്ചില്ല. തീർത്ഥാടകരുടെ സുരക്ഷയിൽ വരുത്തിയ മാപ്പർഹിക്കാത്ത വീഴ്ചയാണ് കുംഭമേളയെ ശവപ്പറമ്പാക്കി മാറ്റിയത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം, രാജ്യം ഭരിക്കുന്ന BJP നേതാക്കളുടെ പൊങ്ങച്ച പ്രദർശനത്തിനും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും രാഷ്ട്രീയ മുതലെടുപ്പിനും നൽകേണ്ടി വന്ന വിലയാണ് കുംഭമേള നഗരിയിലെ സാധാരണക്കാരുടെ കൂട്ടമരണം എന്ന്.